ഗുഡ് മോർണിംഗ് എവരി വൺ. സോ നമ്മൾ ഇന്ന് 4th മോഡ്യൂളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലെ ഫസ്റ്റ് 3 മോഡ്യൂൾസ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് 3 മോഡ്യൂൾസിൽ സ്റ്റാറ്റിക് ആയിട്ടുള്ള ബോഡിയുടെ അനാലിസിസ് ആയിരുന്നു കംപ്ലീറ്റ് ചെയ്തത്. ദാറ്റ് ഈസ് ഒരു ബോഡി ഒരു പോയിന്റിൽ റെസ്റ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു റെസ്റ്റ് ചെയ്യുന്ന ഒരു ബോഡിയുടെ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്തത്. നെക്സ്റ്റ് വൺ ഈസ് ഡൈനാമിക്സ്, ദാറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് മൂവിങ് ബോഡീസ്. ഒരു ബോഡി മൂവ് ചെയ്യുവാണ്, അല്ലെങ്കിൽ ഒരു കാറ് റോഡിൽ കൂടി മൂവ് ചെയ്യുവാണ്. സോ ആ കാറിൻ്റെ ക്യാരക്ടേഴ്സ് സ്റ്റഡി ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു സം പോയിന്റ് വെച്ച് സ്റ്റഡി ചെയ്യുന്നതാണ് എന്ത്, ഡൈനാമിക്സ് എന്ന് പറയുന്നത്. സോ ഡൈനാമിക്സ് മീൻസ് മൂവിങ് ഒബ്ജക്റ്റിൻ്റെ സ്റ്റഡിയാണ് എന്ത്, ഡൈനാമിക്സ് എന്ന് പറയുന്നത്. സോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് 3 ബോഡികളിൽ നമ്മൾ എന്താണ്, ഒരു ബോഡി ഒരു പർട്ടിക്കുലർ സർഫസിൽ റെസ്റ്റ് എടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഇൻക്ലൈൻഡ് സർഫസിൽ റെസ്റ്റ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ വാട്ട് ആർ ഇതിനകത്ത് വരുന്ന ഫോഴ്സസ്, അതിൻ്റെ റിയാക്ഷൻസ്, അങ്ങനെ ആംഗിൾ, ഇൻക്ലിനേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ ഫസ്റ്റ് 3 മോഡ്യൂൾസിൽ കവർ ചെയ്തത്. ഓക്കെ, ആൻഡ് ദ 4th മോഡ്യൂൾ ഈസ് ഡീൽസ് വിത്ത് ഡൈനാമിക്സ്. സോ അപ്പോൾ മെക്കാനിക്സ് തന്നെ നമുക്കറിയാം ഏതൊക്കെയുണ്ട്. മെക്കാനിക്സിൽ തന്നെ മെയിനായിട്ട് 2 എണ്ണം ഉണ്ട്, സ്റ്റാറ്റിക്സ് ആൻഡ് dynamics. Okay, so statics is a study of objects when the objects are in rest. റെസ്റ്റിലിരിക്കുന്ന ഒബ്ജക്ട്സിൻ്റെ സ്റ്റഡിയാണ് സ്റ്റാറ്റിക്സ്. ദെൻ an object is moving with respect to time. ഒരു പോയിന്റിന് വിത്ത് റെസ്പെക്ട് ടു അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ഡൈനാമിക്സ്. ഓക്കെ, അപ്പോൾ സ്റ്റഡി ഓഫ് മൂവിങ് ഒബ്ജക്റ്റ് ഈസ് നോൺ ആസ് ഡൈനാമിക്സ്. അപ്പോൾ നിങ്ങൾക്ക് 4th മോഡ്യൂളിൽ ഡൈനാമിക്സ് എന്താണെന്ന് പഠിക്കാനുണ്ട്. ഡൈനാമിക്സ് ആണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ഡൈനാമിക്സ് തന്നെ അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ ഇത്രയുമാണ് നിങ്ങളുടെ 4th മോഡ്യൂൾ എന്ന് പറയുന്നത്. ഡൈനാമിക്സ്, അതിൽ റെക്റ്റിലീനിയർ ട്രാൻസ്ലേഷൻ, ദെൻ ഇക്വേഷൻസ് ഓഫ് കൈനമാറ്റിക്സും കൈനറ്റിക്സും, ദെൻ ഇക്വേഷൻസ് ഓഫ് മോഷൻ, ഡിയാലംബേഴ്സ് പ്രിൻസിപ്പിൾ എന്താണ്, അതുപോലെ അതിൻ്റെ ഇമ്പൾസ് മൊമെൻറ്റം ഇക്വേഷൻ, വർക്ക് എനർജി ഇക്വേഷൻ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. ദെൻ കർവിലീനിയർ ട്രാൻസ്ലേഷൻ എന്താണ്, അതിൻ്റെ ഇക്വേഷൻ, പ്രൊജക്റ്റൈൽ കൈനറ്റിക്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണിത് ആണ് മെയിനായിട്ട്. ഡൈനാമിക്സ് ആണ് നിങ്ങൾക്ക് 4th മോഡ്യൂളിൽ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, സോ what is mean by dynamics? Dynamics is the branch of mechanics that deals with the motion of bodies under the action of forces. So നമ്മൾ external force കൊടുക്കുമ്പോൾ if a body is moving from one point to another, so അവിടെ ഒരു മോഷൻ ഉണ്ടാവുന്നുണ്ട്. സോ ആ മോഷൻ അല്ലെങ്കിൽ ആ ഒരു ബോഡി ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലോട്ട് ട്രാവൽ ചെയ്യുമ്പോഴുണ്ടാകുന്ന ക്യാരക്ടേഴ്സ് സ്റ്റഡി ചെയ്യുന്ന ബ്രാഞ്ചാണ് എന്ത്, ഡൈനാമിക്സ്. ആൻഡ് ഡൈനാമിക്സ് ക്യാൻ ബി അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു 2 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, കൈനറ്റിക്സ് ആൻഡ് കൈനമാറ്റിക്സ്. ഓക്കെ, സോ ഡൈനാമിക്സ് ഈസ് അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു കൈനറ്റിക്സ് ആൻഡ് കൈനമാറ്റിക്സ്. ഓക്കെ, സോ അപ്പോൾ കൈനറ്റിക്സ് മീൻസ് വേറൊന്നുമില്ല, ഇപ്പോൾ നമ്മൾ ഒരു ബോഡി മൂവ് ചെയ്യിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യണം, എങ്കിൽ മാത്രമേ ഒരു ബോഡി ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലോട്ട് മൂവ് ചെയ്യത്തുള്ളൂ. സോ ഇഫ് വി ആർ കൺസിഡറിങ് ദ ഫോഴ്സ് ദാറ്റ് ഈസ് കോസിങ് മോഷൻ കോസ് ചെയ്യുന്ന ഫോഴ്സിനെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ അനാലിസിസ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് കൈനറ്റിക്സ്. ദാറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് ഡൈനാമിക്സ് ദാറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് മോഷൻ ഓഫ് ബോഡീസ് വിത്ത് റെഫറൻസ് ടു ഫോഴ്സസ് ആക്ടിങ് ഓൺ ഇറ്റ്. ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസിനെ കൺസിഡർ ചെയ്തിട്ടാണ് ഇഫ് വി ആർ സ്റ്റഡിയിങ് ഓർ ഇഫ് വി ആർ അനലൈസിങ് എ ബോഡി, ദെൻ ഇറ്റ് ഈസ് നോൺ ആസ് കൈനറ്റിക്സ്. കൈനമാറ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഫോഴ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല. ദാറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് ഡൈനാമിക്സ് ദാറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് മോഷൻ ഓഫ് ബോഡീസ് വിത്തൗട്ട് ദ റെഫറൻസ് ഓഫ് ദി ഫോഴ്സ് കോസിങ് ഇറ്റ്. ഓക്കെ, സോ അപ്പോൾ ഡൈനാമിക്സിൽ തന്നെ നമുക്ക് ഏതൊക്കെയുണ്ട്, ഡൈനാമിക്സ് തന്നെ 2 എണ്ണം ഉണ്ട്, കൈനറ്റിക്സും ഉണ്ട്, കൈനമാറ്റിക്സും ഉണ്ട്. ഓക്കെ, കൈനറ്റിക്സ് എന്ന് പറയുമ്പോൾ വി ആർ കൺസിഡറിങ് ദി എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദി ബോഡി. ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സിനെയും കൂടെ കൺസിഡർ ചെയ്തിട്ട് ഇഫ് വി ആർ അനലൈസിങ് ദെൻ ഇറ്റ് ഈസ് നോൺ ആസ് കൈനറ്റിക്സ്. ആൻഡ് ഇഫ് വി ആർ നോട്ട് കൺസിഡറിങ് ദ ഫോഴ്സ്, എക്സ്റ്റേണൽ ഫോഴ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെയാണ് കൈനമാറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ കൈനമാറ്റിക്സിനെ തന്നെ നമുക്ക് 2 തിരിക്കാം. അപ്പോൾ കൈനമാറ്റിക്സ് എന്ന് പറയുന്നത് നമ്മൾ ഫോഴ്സ് കൺസിഡർ ചെയ്യുന്നില്ല, അതാണ് കൈനമാറ്റിക്സ്. ഓക്കെ, സോ അത് തന്നെ ട്രാൻസ്ലേഷണൽ കൈനമാറ്റിക്സും ഉണ്ട്,
റൊട്ടേഷണൽ കൈനമാറ്റിക്സും ഉണ്ട്. ഓക്കെ, സോ ഇതിനകത്ത് ഞാനത് മെൻഷൻ ചെയ്തിട്ടില്ല, നിങ്ങൾ അറിഞ്ഞേക്കുക. കൈനമാറ്റിക്സ് ഈസ് എഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു ട്രാൻസ്ലേഷണൽ കൈനമാറ്റിക്സ് ആൻഡ് റൊട്ടേഷണൽ കൈനമാറ്റിക്സ്. ആൻഡ് ദിസ് ട്രാൻസ്ലേഷണൽ കൈനമാറ്റിക്സ് ഈസ് എഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു റെക്റ്റിലീനിയർ ട്രാൻസ്ലേഷൻ ആൻഡ് കർവിലീനിയർ ട്രാൻസ്ലേഷൻ. ഓക്കെ, സോ ഇപ്പോൾ നമുക്ക് ഡൈനാമിക്സ് തന്നെ ഏതൊക്കെയുണ്ട്? ഡൈനാമിക്സ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു ദാറ്റ് ഈസ് എന്താണ് കൈനറ്റിക്സ് ആൻഡ് kinematics. Actually, engineering mechanics is classified into two, static and dynamics, and dynamics is again classified into two, that is kinetics and kinematics. ഇപ്പോൾ ഡൈനാമിക്സ് എന്ന് പറയുന്നത് എന്താണ്? വിത്ത് റെസ്പെക്ട് ടു ടൈം ഒരു ബോഡി മൂവ് ചെയ്യുവാണ്. സോ മൂവിങ് ഒബ്ജക്ട്സിൻ്റെ സ്റ്റഡിയാണ് ഡൈനാമിക്സ്. സോ അതിൽ തന്നെ കൈനറ്റിക്സും ഉണ്ട്, കൈനമാറ്റിക്സും ഉണ്ട്. സോ കൈനറ്റിക്സ് വി ആർ കൺസിഡറിങ് ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ ഇറ്റ്. ആ മൂവ്മെൻറ്റിന് വേണ്ടി ഏത് ഫോഴ്സാണോ അവിടെ ആക്ട് ചെയ്ത് ആ ഫോഴ്സിനെയും കൂടെ കൺസിഡർ ചെയ്തിട്ടുള്ളതാണ് കൈനറ്റിക്സ്. ഇഫ് യു ആർ നോട്ട് കൺസിഡറിങ് ദ റെഫറൻസ് ഫോഴ്സ് ദെൻ ഇറ്റ് ഈസ് നോൺ ആസ് കൈനമാറ്റിക്സ്. ഓക്കെ, ദെൻ ദിസ് കൈനമാറ്റിക്സ് ഈസ് അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു ട്രാൻസ്ലേഷണൽ കൈനമാറ്റിക്സ് ആൻഡ് റൊട്ടേഷണൽ കൈനമാറ്റിക്സ്. ഓക്കെ, ആൻഡ് ദിസ് ട്രാൻസ്ലേഷണൽ കൈനമാറ്റിക്സ് ഈസ് അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു റെക്റ്റിലീനിയർ ട്രാൻസ്ലേഷൻ ആൻഡ് കർവിലീനിയർ ട്രാൻസ്ലേഷൻ. ക്ലിയർ ആണോ? സോ നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസ് നോക്കിയാൽ അറിയാം നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഏതൊക്കെയാണ്. റെക്റ്റിലീനിയർ ട്രാൻസ്ലേഷനെ കുറിച്ചും കർവിലീനിയർ ട്രാൻസ്ലേഷനെ കുറിച്ചും പഠിക്കാനുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കൈനറ്റിക്സും പഠിക്കാനുണ്ട്, കൈനമാറ്റിക്സും പഠിക്കാനുണ്ട്. സോ വിത്ത് കൺസിഡറിങ് ദ ഫോഴ്സസ് ആൻഡ് വിത്തൗട്ട് കൺസിഡറിങ് ദ ഫോഴ്സസ്, ഇത് രണ്ടും നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അത് ട്രാൻസ്ലേഷണൽ കൈനമാറ്റിക്സും ഉണ്ട്, റൊട്ടേഷണലും ഉണ്ട്. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങൾ ഇനി അറിയേണ്ടത് എന്താണ്? ട്രാൻസ്ലേഷണൽ കൈനമാറ്റിക്സ്, ട്രാൻസ്ലേഷനിലും റൊട്ടേഷനിലും കൈനമാറ്റിക്സ് ഉണ്ട്. അതിൽ ട്രാൻസ്ലേഷണൽ കൈനമാറ്റിക്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദ റെക്റ്റിലീനിയർ ട്രാൻസ്ലേഷൻ ആൻഡ് കർവിലീനിയർ ട്രാൻസ്ലേഷൻ. ആ പേരിൽ തന്നെ ഉണ്ട് എന്താണെന്നുള്ളത്. റെക്റ്റിലീനിയർ മീൻസ് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ബോഡി ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടി പാസ് ചെയ്യുന്നതാണ് റെക്റ്റിലീനിയർ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. കർവിലീനിയർ എന്ന് പറയുമ്പോൾ ഒരു കർവ്ഡ് പാത്തിൽ കൂടി ഒരു ബോഡി ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതാണ് എന്ത്? കർവിലീനിയർ ട്രാൻസ്ലേഷൻ. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഈസ് റെക്റ്റിലീനിയർ ട്രാൻസ്ലേഷൻ. So when a particles moves along a straight line, the motion is called rectilinear translation. ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടിയാണ് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് റെക്റ്റിലീനിയർ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇതെന്ന് പറയുന്ന റെക്റ്റിലീനിയർ ട്രാൻസ്ലേഷൻ ഈസ് ദ ബ്രാഞ്ച് ഓഫ് എന്താണ്? കൈനമാറ്റിക്സിൻ്റെ ഒരു സ്റ്റഡി ആണ് എന്താണ്? റെക്റ്റിലീനിയർ ട്രാൻസ്ലേഷൻ. സോ കൈനമാറ്റിക്സിൽ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യത്തില്ല? ഫോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല. ഫോഴ്സ് ആക്ട് ചെയ്യുന്ന കൺസിഡർ ചെയ്യുക. ദാറ്റ് ഈസ് ഒരു റോഡിൽ കൂടി എന്താണ്? ഒരു വെഹിക്കിൾ മൂവ് ചെയ്യുവാണ്. വെഹിക്കിൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ ആ വെഹിക്കിളിൻ്റെ കൊടുത്ത ഫോഴ്സ്, എക്സ്റ്റേണൽ ഫോഴ്സ് എത്രയാണെന്ന് നമ്മൾ ഒരിക്കലും പറയാറില്ല. ദാറ്റ് ഈസ് അതിൻ്റെ മെയിനായിട്ട് പറയുന്നത് എന്തൊക്കെയാണ്? ആ ഒരു കാർ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, ദാറ്റ് ഈസ് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്, എത്ര ആക്സിലറേഷനിലാണ് പോകുന്നത്, അതിൻ്റെ വെലോസിറ്റി എത്രയാണ്. ഇത് മൂന്നുമാണ് എന്ത്? ഇതിൻ്റെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ വെൻ എ പാർട്ടിക്കിൾ മൂവിങ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ദ മോഷൻ ഈസ് കോൾഡ് റെക്റ്റിലീനിയർ ട്രാൻസ്ലേഷൻ. ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടി ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് റെക്റ്റിലീനിയർ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. സോ കൈനമാറ്റിക്സ് ഓഫ് റെക്റ്റിലീനിയർ ട്രാൻസ്ലേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ, അതിൻ്റെ ക്യാരക്ടേഴ്സ് ഏതൊക്കെ വരും? ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ, ദീസ് ത്രീ ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ്. ഇത് മൂന്നും വെച്ചിട്ടാണ് നമ്മൾ എന്ത്? ഒരു റെക്റ്റിലീനിയർ ട്രാൻസ്ലേഷൻ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ദെൻ ഇപ്പോൾ റെക്റ്റിലീനിയർ ട്രാൻസ്ലേഷനിൽ ഏതൊക്കെ പാരാമീറ്റേഴ്സ് ആണുള്ളത്? ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ്, അതിൻ്റെ ഡെഫിനിഷൻ, വെലോസിറ്റിയുടെ ഡെഫിനിഷൻ, ആക്സിലറേഷൻ്റെ ഡെഫിനിഷൻ, ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ജസ്റ്റ് ഞാനൊന്ന് മെൻഷൻ ചെയ്യാം എന്താണെന്ന്. സോ ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റൻസും തമ്മിൽ ഡിഫറൻസ് എന്താണ്? ഈ ഒരു ഫിഗറിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്? ഇപ്പോൾ ഒരാൾ ഒരു എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റിലോട്ട് ട്രാവൽ ചെയ്യുവാണ്. ആ ട്രാവൽ ചെയ്യാനെടുത്ത കംപ്ലീറ്റ് ട്രാവൽ ചെയ്ത ആ ഡിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ കംപ്ലീറ്റ് ട്രാവൽ ചെയ്ത എത്രയാണോ അതാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ദെൻ ആ ഒരാൾ ലീസ്റ്റായിട്ട് എത്ര ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്ത് അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ? അപ്പോൾ ഫസ്റ്റ് വാട്ട് ഇസ് ഡിസ്പ്ലേസ്മെൻറ്റ്? ദ ചേഞ്ച് ഓഫ് പൊസിഷൻ ഓഫ് എ പാർട്ടിക്കിൾ.
ഡിസ്പ്ലേസ് ചെയ്തു, ഒരു ഒബ്ജക്റ്റ് ഡിസ്പ്ലേസ് ചെയ്തു എന്ന് വെച്ചാൽ ആ ഒബ്ജക്റ്റ് ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലോട്ട് അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തു. ഓക്കെ, സോ അപ്പോൾ ദ ചേഞ്ച് ഓഫ് പൊസിഷൻ ഓഫ് എ പാർട്ടിക്കിൾ വിത്ത് റെസ്പെക്ട് ടു എ സർട്ടൻ ഫിക്സഡ് റെഫറൻസ് പോയിന്റ് ഈസ് നോൺ ആസ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഒരു പോയിന്റിനെ വിത്ത് റെസ്പെക്ട് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുവാണ് അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻ മാറുകയാണ്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. സോ ദ ചേഞ്ച് ഓഫ് പൊസിഷൻ ഓഫ് എ പാർട്ടിക്കിൾ വിത്ത് റെസ്പെക്ട് ടു സർട്ടൻ ഫിക്സഡ് റെഫറൻസ് പോയിന്റ് ഈസ് നോൺ ആസ് ഡിസ്പ്ലേസ്മെൻറ്റ്. ആൻഡ് കൺസിഡർ എ പാർട്ടിക്കിൾ, ഇപ്പോൾ ഈ ഒരു ഫിഗർ നോക്കുവാണെങ്കിൽ കൺസിഡർ എ പാർട്ടിക്കിൾ മൂവിങ് ഫ്രം പോയിന്റ് എ ടു ബി അലോങ് എ കർവ്ഡ് പാത്ത് വിത്ത് കർവ്ഡ് പാത്ത് ഇൻ ടൈം ടി സെക്കൻഡ്, ടൈമാണ് ടൈം ടി സെക്കൻഡ്. സോ ടി സെക്കൻഡ് ടൈമിൽ ഒരു കർവ്ഡ് പാത്തിൽ കൂടി എന്താണ് ഒരു ഒബ്ജക്റ്റ് എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റിലോട്ട് ട്രാവൽ ചെയ്തു അല്ലെങ്കിൽ ഡിസ്പ്ലേസ് ചെയ്തു. സോ ലെങ്ത് ഓഫ് ദ പാത്ത് ട്രാവൽഡ് ബൈ ദ പാർട്ടിക്കിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി, എൻറ്റയർ ലെങ്ത്, ഈ കർവ്ഡ് പാത്തിൻ്റെ എൻറ്റയർ ലെങ്ത് ഓഫ് ദ പാർട്ടിക്കിൾ വിച്ച് ഈസ് ട്രാവൽഡ് ബൈ ഫ്രം എ ടു ബി, എന്ന് ബിയിലേക്ക് പാർട്ടിക്കിൾ ട്രാവൽ ചെയ്യാനെടുത്ത ടോട്ടൽ ലെങ്തിനെയാണ് എന്തെന്ന് പറയുന്നത്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആൻഡ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി ഈസ് നോൺ ആസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ചേഞ്ച് ഇൻ പൊസിഷൻ ഓഫ് പാർട്ടിക്കിൾ വിത്ത് റെസ്പെക്ട് ടു എ റെഫറൻസ് പോയിന്റ്. ഒരു റെഫറൻസ് പോയിന്റിന് വിത്ത് റെസ്പെക്ട് ടു ഒരു പാർട്ടിക്കിൾ അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ്, ഡിസ്റ്റൻസ് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് എന്താണ് പാത്വേ, ആ പാത്വേയുടെ ടോട്ടൽ ലെങ്തിനെയാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ബട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ദ ലീസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ടുവേഴ്സ് റൈറ്റ് ഓഫ് ദ റെഫറൻസ് പോയിന്റിനെ. അപ്പോൾ ഒരു റെഫറൻസ് പോയിന്റ് നമ്മൾ എടുക്കുവാണ്, അപ്പോൾ റെഫറൻസ് പോയിന്റ് ഇതാണ് നമ്മുടെ റെഫറൻസ് പോയിന്റ്, അതിൻ്റെ റൈറ്റിലോട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റിനെ പോസിറ്റീവ് എന്നും ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിനെ നെഗറ്റീവ് എന്നും പറയും. സോ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ടുവേഴ്സ് റൈറ്റ് ഓഫ് ദ റെഫറൻസ് പോയിന്റ് ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ് ആൻഡ് ദ ലെഫ്റ്റ് ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ്. സോ അപ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി ആൻഡ് ഡിസ്റ്റൻസ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. അപ്പോൾ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടെങ്കിൽ അതിനെയാണ് വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഇഫ് only magnitude is there then it is known as സ്കെയിലാർ ക്വാണ്ടിറ്റി. അപ്പോൾ നമ്മളെപ്പോഴും ഡിസ്റ്റൻസ് പറയുന്നത് ഇത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, ഇത്ര ഡിസ്റ്റൻസ് വടക്കോട്ട് ട്രാവൽ ചെയ്തു, തെക്കോട്ട് ട്രാവൽ ചെയ്തു, ഡയറക്ഷൻ നമ്മളൊരിക്കലും പറയത്തില്ല. ഡിസ്റ്റൻസ് എപ്പോഴും 20 മീറ്റർ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ 0 മീറ്റർ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എന്താണ് ഒരിക്കലും നെഗറ്റീവ് 10 മീറ്റർ ഡിസ്റ്റൻസ് ഒന്നും ഒരിക്കലും പറയത്തില്ല. സോ എപ്പോഴും ഡിസ്റ്റൻസ് നമ്മളൊരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരു മാഗ്നിറ്റ്യൂഡ് വെച്ചിട്ടേ പറയത്തുള്ളൂ. ദാറ്റ് ഈസ് സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ബട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ പറയും ഇന്ന ഡയറക്ഷനിലോട്ട് ഡിസ്പ്ലേസ് ആയി, ദാറ്റ് ഈസ് വിത്ത് റെസ്പെക്ട് ടു ദിസ് പോയിൻറ്റ് ആ ഒരു ഒബ്ജക്റ്റ് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ ആ വിത്ത് റെസ്പെക്ട് ഒരു റെഫറൻസ് പോയിൻറ്റിന് വിത്ത് റെസ്പെക്ട് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നെന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. അപ്പോൾ എന്താണ് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ പാർട്ടിക്കിളാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. അതുപോലെ ഡിസ്റ്റൻസ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ആൻഡ് ഡിസ്റ്റൻസ് എപ്പോഴും എന്താണ് ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും, ഒരിക്കലും അതിന് നെഗറ്റീവ് വാല്യൂ വരത്തില്ല. ബട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് സ്കെയിലാർ വെക്റ്റർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഡയറക്ഷൻ പറയും. സോ ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെയാവാം, ഇറ്റ് മേ ബി പോസിറ്റീവ്, നെഗറ്റീവ് ഓർ സീറോ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ദാറ്റ് ഈസ് ഇപ്പോൾ സപ്പോസ് ഒരു സർക്കുലർ പാത്തിൽ കൂടി ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുവാണ്. ഈ ഒരു ഒബ്ജക്റ്റ് ഒരു സർക്കുലർ പാത്തിൽ കൂടി മൂവ് ചെയ്ത് ഈ പോയിന്റിൽ തന്നെ തിരിച്ചെത്തി, അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ തിരിച്ചെത്തി. സോ അതിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ് ഈ പാർട്ടിക്കിൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ഇത്രയുമാണ്. ഈ സർക്കിളിൻ്റെ പെരിമീറ്റർ 2πr ഡിസ്റ്റൻസിൽ എന്താണ് അത്രയും ഡിസ്റ്റൻസിൽ ഈ പാർട്ടിക്കിൾ ട്രാവൽ ചെയ്തു. പക്ഷേ ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്, ഈ ഒബ്ജക്റ്റ് ഈ പോയിന്റിൽ വന്ന് ട്രാവൽ ചെയ്ത് ഫൈനലി അതെന്താണ് ഇനിഷ്യൽ പോയിന്റിൽ തന്നെ വന്നു. ദാറ്റ് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് 0. ദർ ഈസ് നോ ഡിസ്പ്ലേസ്മെൻറ്റ്. ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താ, ആ ഒബ്ജക്റ്റിന് വിത്ത് റെസ്പെക്റ്റ് ഒരു പോയിന്റിൽ അതിന് എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്താൽ മാത്രമേ അതിനെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയാൻ പറ്റൂ. ഇതിവിടെ എന്താണ്, ആ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത് അതിൻ്റെ ഇനിഷ്യൽ പൊസിഷൻ തന്നെ കീപ്പ് ചെയ്തു. സോ ഒബ്ജക്റ്റ് അവിടെ തന്നെയാണ് ഇരിക്കുന്നത്. സോ ദർ ഈസ് നോ ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, സോ അതാണ് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ക്ലിയർ? നെക്സ്റ്റ് വൺ,
എന്താണ് വെലോസിറ്റി. സോ അപ്പോൾ നമുക്ക് റെക്ടിലീനിയർ ട്രാൻസ്ലേഷൻ്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്? മെയിനായിട്ട് നമുക്ക് കൈനമാറ്റിക്സിൽ ഫോഴ്സസ് നമ്മൾ കൺസിഡർ ചെയ്തില്ല. സോ മെയിൻലി 3 ക്യാരക്ടറിസ്റ്റിക്സ് ആർ ദെയർ: ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ചേഞ്ച് ഇൻ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു സം റെഫറൻസ് പോയിൻ്റ് ആണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ആൻഡ് വെലോസിറ്റി നമുക്കറിയാം എന്താ? ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ്, അല്ലെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ ഓഫ് എ പാർട്ടിക്കിൾ വിത്ത് റെസ്പെക്ട് ടു ടൈം. ആ പൊസിഷൻ മാറുന്നതിനനുസരിച്ചുള്ളതാണ് എന്ത്? വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? വെലോസിറ്റി എന്ന് പറയുന്നത്. ചേഞ്ച് ഇൻ പൊസിഷൻ ഓഫ് എ പാർട്ടിക്കിൾ വിത്ത് റെസ്പെക്ട് ടു എന്താ? വെലോസിറ്റി. വിത്ത് റെസ്പെക്ട് ടു ടൈം ഈസ് നോൺ ആസ് വെലോസിറ്റി. അപ്പോൾ ഒരു ടൈമിനനുസരിച്ച് ഒരു പാർട്ടിക്കിളിൻ്റെ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? വെലോസിറ്റി എന്ന് പറയുന്നത്. സോ വെലോസിറ്റി ഈസ് വിത്ത് റെസ്പെക്ട് ടു ടൈം ഡിപ്പെൻഡൻറ്റ് ക്വാണ്ടിറ്റിയാണ്. ടൈമിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ് എന്ത്? വെലോസിറ്റി. വിച്ച് ഈസ് ടൈം മാറുന്നതിനനുസരിച്ച് ദ വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റ് മേ ഡിഫർ. ഓക്കെ, സോ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ ഓഫ് പാർട്ടിക്കിൾ വിത്ത് റെസ്പെക്ട് ടു ദ ടൈം ഈസ് നോൺ ആസ് വെലോസിറ്റി. അപ്പോൾ ഇവിടെ നോക്കിയേ, കൺസിഡർ ദ മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ കൺസിഡർ ചെയ്തു. ഇനിഷ്യലി ആ ഒബ്ജക്റ്റ് ഒ എന്ന് പറയുന്ന പോയിന്റിലായിരുന്നു. ഓക്കെ, ദെൻ അറ്റ് ടൈം ഈസ് ഈക്വൽ ടു ടി ടൈം എത്തിയപ്പോൾ ഈ ഒബ്ജക്റ്റ് ഒ എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന് എ എന്ന് പറയുന്ന പൊസിഷനിലെത്തി അറ്റ് എ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എക്സ് ഡിസ്പ്ലേസ്മെൻറ്റ് മാറി അത് എ എന്ന് പറയുന്ന പോയിന്റിലെത്തി. ഓക്കെ, ദെൻ വെൻ ടൈം ഡെൽറ്റ ടി ടൈമും കൂടെ ആയപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റ് എയിൽ നിന്ന് ബിയിലോട്ട് വന്ന് ഡെൽറ്റ എക്സ് ഡിസ്റ്റൻസും കൂടെ ട്രാവൽ ചെയ്ത് അത് എയിൽ നിന്ന് ബിയിലോട്ട് വന്നു. സോ ഓക്കെ, സോ കൺസിഡർ ദ മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ അറ്റ് ടൈം ടി. ദ പാർട്ടിക്കിൾ ഈസ് അറ്റ് എ. പാർട്ടിക്കിൾ എയിലാണ്. ടൈം ടി ആയപ്പോൾ പാർട്ടിക്കിൾ ഈസ് അറ്റ് എ ആൻഡ് വിച്ച് ഈസ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ദ റെഫറൻസ് പോയിൻറ്റ് ഒ. റെഫറൻസ് പോയിൻറ്റ് ഒയിൽ നിന്ന് ഒരു എക്സ് ഡിസ്റ്റൻസ് മാറിയാണ്. നെക്സ്റ്റ് എന്താണ്? അറ്റ് ടൈം ടി പ്ലസ് ഡെൽറ്റ ടി. അപ്പോൾ ടി പ്ലസ് ഡെൽറ്റ ടി എത്തിയപ്പോൾ ദ പാർട്ടിക്കിൾ ഈസ് അറ്റ് ബി ആൻഡ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈസ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് എന്താണ് വേണ്ടത്? ചേഞ്ച് ഇൻ പൊസിഷനാണ് വേണ്ടത്. സോ ഇതിൻ്റെ പൊസിഷൻ ഇനിഷ്യലി എക്സ് ഡിസ്റ്റൻസ് ടി ടൈമിൽ എക്സ് ഡിസ്റ്റൻസ് ആയിരുന്നു. നെക്സ്റ്റ് ടി പ്ലസ് ഡെൽറ്റ ടി ടൈമിൽ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ആയി. സോ അപ്പോൾ ഇതിൻ്റെ എന്താണ്? ചേഞ്ച് ഇൻ പൊസിഷൻ എന്താണ്? അപ്പോൾ ഫൈനലി ഇതിവിടെ നിൽക്കുന്നത് എത്ര ഡിസ്റ്റൻസിലാണ്? എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഡിസ്റ്റൻസിലാണ് അത് ഫൈനലി നിൽക്കുന്നത്. ചേഞ്ച് ഇൻ പൊസിഷൻ എന്ന് പറയുമ്പോൾ ഇനിഷ്യലി അത് എക്സ് ഡിസ്റ്റൻസിലായിരുന്നു ആൻഡ് ടൈം ഈസ് ടി പ്ലസ് ഡെൽറ്റ ടി. ഇനിഷ്യലി അതിൻ്റെ ടൈം മൈനസ് ഡെൽറ്റി ആയിരുന്നു. സോ അപ്പോൾ ഇതിൻ്റെ വെലോസിറ്റി, ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്ത് വരും? എക്സ് ക്യാൻസലാവും, ടി ക്യാൻസലാവും, ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്ന് വരും. ഓക്കെ, സോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷനാണ് പറയുന്നത്. സോ ഫൈനലി അത് ഇവിടെ നിൽക്കുന്നു മൈനസ് ഇനിഷ്യൽ പൊസിഷൻ ഡിവൈഡ് ബൈ അതിൻ്റെ ഫൈനൽ ടൈം മൈനസ് ഇനിഷ്യൽ ടൈം. ഓക്കെ, അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം ഈസ് നോൺ ആസ് വെലോസിറ്റി. അപ്പോൾ എന്ത് കിട്ടി? ആവറേജ് വെലോസിറ്റി. അപ്പോൾ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് ഡി ആവറേജ് ഈസ് ഡി എക്സ് ബൈ ഡി ടി. അതെങ്ങനെയാണ് കിട്ടിയത്? ഫൈനൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്, ഇനിഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് എക്സ്. അപ്പോൾ ചേഞ്ച് ഇൻ പൊസിഷൻ ഇനി വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. ഇപ്പോൾ ഫൈനൽ ടൈം ഈസ് ടി പ്ലസ് ഡെൽറ്റ ടി, ഇനിഷ്യൽ ടൈം ഈസ് ടി. സോ അപ്പോൾ ചേഞ്ച് ഇൻ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം അതാണ് വന്നിരിക്കുന്നത്. സോ ഇതെന്തായിട്ട് മാറും? ഡി ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്ന് വരും. സോ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി ഈസ് വെലോസിറ്റി ആവറേജ് അല്ലെങ്കിൽ ആവറേജ് വെലോസിറ്റി. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് വൺ ഈസ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. ദാറ്റ് ഈസ് ഒരു ഇൻസ്റ്റൻറ്റിൽ ഉള്ള ഒരു ബോഡി ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുവാണ്, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ഒരു പോയിൻ്റിൽ നിന്ന് വേറൊരു പോയിന്റിലോട്ട് പൊസിഷൻ ചെയ്തുകൊണ്ടിരിക്കുവാണ്. സോ some a particular point, ഏതെങ്കിലും ഒരു പോയിന്റിൽ we need to calculate the velocity, then it is instantaneous velocity. So instantaneous velocity is the velocity of a particle at a particular point. ഒരു particular പോയിന്റിലുള്ള വെലോസിറ്റിനെയാണ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ വെലോസിറ്റി, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി കാണാൻ ലിമിറ്റ് എടുത്താൽ മതി. ഓക്കെ, ഇറ്റ് ഈസ് ദ വെലോസിറ്റി ഇൻ ദ ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0. സോ
V is equal to limit delta t is equal to 0. Time delta t times 0ക്ക് റെഫറൻസ് ചെയ്യുമ്പോൾ ലിമിറ്റ് ചെയ്യുമ്പോൾ എന്താണ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി കിട്ടും. സോ ലിമിറ്റ് ഡെൽറ്റ ടി 0 ഡി എക്സ് ബൈ ഡി ടി. അപ്പോൾ ഡെൽറ്റ എക്സ് ബൈ ഡി ടി അതെന്തായി മാറും? ഡി എക്സ് ബൈ ഡി ടി. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി. ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം. എക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ പൊസിഷനാണ്. സോ വി ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം ഈസ് വെലോസിറ്റി. ക്ലിയർ? Next one is acceleration. So displacement, velocity and acceleration. So acceleration എന്ന് പറയുന്നത് എന്താ? Rate of change of velocity of a particle with respect to time is acceleration. അപ്പോൾ velocity എന്ന് പറയുന്നത് rate of change of position with respect to time. Acceleration എന്ന് പറയുന്നത് rate of change of velocity with respect to time is acceleration. So ഇപ്പോൾ when the velocity of particle decrease ചെയ്യുവാണ്, velocity increase ചെയ്തുകൊണ്ടിരിക്കാം, velocity decrease ചെയ്തുകൊണ്ടിരിക്കാം. വെലോസിറ്റി ഡിക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ എന്തെന്ന് പറയും? ഡീസിലറേഷൻ എന്ന് പറയും. ഓക്കെ, സോ വെൻ ദ വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ ഡിക്രീസസ് ദെൻ ദ ആക്സിലറേഷൻ ഈസ് നെഗറ്റീവ്. നെഗറ്റീവ് ആക്സിലറേഷൻ എന്ന് പറയും. നെഗറ്റീവ് ആക്സിലറേഷൻ ഈസ് റിട്ടാർഡേഷൻ ഓർ ഡീസിലറേഷൻ എന്ന് പറയും. ഓക്കെ, സോ അപ്പോൾ നെഗറ്റീവ് ആക്സിലറേഷൻ ഈസ് നോൺ ആസ് റിട്ടാർഡേഷൻ ഓർ ഡീസിലറേഷൻ. സോ ആക്സിലറേഷൻ എപ്പോഴും എന്താണ്? ഇറ്റ്സ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഇതിനൊരു ഡയറക്ഷനും ഉണ്ട്, അതുപോലെ മാഗ്നിറ്റ്യൂഡും ഉണ്ട്. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് എന്ത്? ആക്സിലറേഷൻ എന്ന് പറയുന്നത്. സോ അപ്പോൾ വെലോസിറ്റി ഇഫ് വി ആൻഡ് വി പ്ലസ് ഡെൽറ്റ വി ആണ്. വി പ്ലസ് ഡെൽറ്റ വി. ഓക്കെ, സോ ഇഫ് v and v plus delta v are the velocity of a particle at time t and t plus delta t seconds respectively, then the average acceleration of the particle over time interval delta t is given by. അപ്പോൾ നമുക്ക് നമ്മൾ ആക്സിലറേഷനിൽ വെലോസിറ്റിയിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വേണ്ടത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ് വേണ്ടത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എങ്ങനെ കിട്ടും? ഇവിടെ നമുക്ക് ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് വി പ്ലസ് ഡെൽറ്റ വി, ഇനിഷ്യൽ വെലോസിറ്റി ഈസ് വി ആൻഡ് ഫൈനൽ ടൈം ഈസ് ഡി പ്ലസ് ഡെൽറ്റ ടി ആൻഡ് ഇനിഷ്യൽ ടൈം ഈസ് ടി. ഓക്കെ, അപ്പോൾ വിയും ക്യാൻസലായി, ടിയും ക്യാൻസലായി. സോ ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. സോ ആവറേജ് ആക്സിലറേഷൻ ഈസ് ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. ഓക്കെ, അപ്പോൾ എന്താണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം ഈസ് നോൺ ആസ് ആക്സിലറേഷൻ. നെക്സ്റ്റ് എന്താണ്? ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ എന്താണെന്നാണ്. ദാറ്റ് ഈസ് ഒരു ഇൻസ്റ്റൻറ്റിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റിലുള്ള ആക്സിലറേഷനെയാണ് ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. സോ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി പറഞ്ഞതുപോലെ തന്നെയാണ് എന്ത്? വിത്ത് റെസ്പെക്ട് ലിമിറ്റ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ. സോ ആക്സിലറേഷൻ ഈസ് എന്താ? ഡി വി ബൈ ഡി ടി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് എന്ത്? ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ, ദ ആക്സിലറേഷൻ ഓഫ് എ പാർട്ടിക്കിൾ അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് ഓൺ ദ ലൈൻ ഈസ് നോൺ ആസ് ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ. ഇറ്റ് ഈസ് ദ ആക്സിലറേഷൻ ഇൻ ദ ലിമിറ്റ് ഡെൽറ്റ ടി ടെൻഡ്സ് ടു 0. ലിമിറ്റ് എടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആക്സിലറേഷൻ കിട്ടുന്നത്. ഓക്കെ, സോ ആക്സിലറേഷനും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള റിലേഷനാണ്. ആക്സിലറേഷൻ വിത്ത് റെസ്പെക്ട് ടു ഡിസ്പ്ലേസ്മെൻറ്റിൽ എങ്ങനെ പറയാം? അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റും ആക്സിലറേഷനും തമ്മിലുള്ള റിലേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് ആക്സിലറേഷൻ എന്തെന്ന് അറിയാം. എന്താണ്? വാട്ട് ഈസ് ആക്സിലറേഷൻ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. സോ ആക്സിലറേഷൻ ഈസ് ഡി വി ബൈ ഡി ടി, വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. ബട്ട് നമുക്ക് വെലോസിറ്റി അറിയാം. എന്താണ്? വാട്ട് ഈസ് വെലോസിറ്റി? Velocity is rate of change of position with respect to time. So dx by dt. അപ്പോൾ ഇത് എന്തെന്ന് വരും? d square x by dt square. അപ്പോൾ ആക്സിലറേഷൻ വിത്ത് റെസ്പെക്ട് ടു നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെ പറയാം? ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു d square x by dt square എന്ന് പറയാം. അതുപോലെ ആക്സിലറേഷന് നമുക്ക് വേറൊരു റിലേഷനും കൂടി കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ എന്താ? ആക്സിലറേഷൻ നമുക്കറിയാം ഡി വി ബൈ ഡി ടി ആണ്. അതിനെ നമ്മൾ ഡി എക്സ് ബൈ ഡി എക്സ് കൊണ്ട് ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഡി വി ബൈ ഡി എക്സ് ഇതിനെ ക്രോസ് ചെയ്താണ് എടുത്ത് ഡി വി ബൈ ഡി എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. ഡി എക്സ് ബൈ ഡി ടി എന്താണ്? വി ആണ്. അപ്പോൾ നമുക്ക് ആക്സിലറേഷന് വേറൊരു ഇക്വേഷനും എഴുതാം. വി ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് എന്നും എഴുതാം. ഓക്കെ, അപ്പോൾ ആക്സിലറേഷൻ്റെ റിലേഷൻസ് ആണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ആക്സിലറേഷനും ഡിസ്പ്ലേസ്മെൻറ്റും വെച്ചിട്ടുള്ള റിലേഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ,
നെക്സ്റ്റ് വൺ ഇക്വേഷൻസ് ഓഫ് കൈനമാറ്റിക്സ്. കൈനമാറ്റിക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻസ് ആണ്. ഇത് നിങ്ങൾ കുഞ്ഞ് ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇക്വേഷൻസ് വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി, വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as, എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഈ 3 ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കൈനമാറ്റിക്സിലെ പ്രോബ്ലംസ് എല്ലാം ചെയ്യുന്നത്. ദാറ്റ് ഈസ് കൈനമാറ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്ത് എന്ത് കൺസിഡർ ചെയ്യത്തില്ല? ദർ ഈസ് നോ ഫോഴ്സ്. നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് കൺസിഡർ ചെയ്യാതെ അനാലിസിസ് ചെയ്യുന്നതാണ് എന്ത്? കൈനമാറ്റിക്സ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻസിൽ നോക്കിയാൽ അറിയാം ഇതിനകത്ത് ഫോഴ്സസ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ കൈനമാറ്റിക്സിൻ്റെ ഇക്വേഷൻസ്, ബേസിക് ഇക്വേഷൻസ് എന്തൊക്കെയാണ്? ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറയുന്നത് വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. വി എന്ന് പറയുന്ന ക്യാപിറ്റൽ വി ഈസ് ദ ഫൈനൽ വെലോസിറ്റി, സ്മോൾ യു ഈസ് ദ ഇനിഷ്യൽ വെലോസിറ്റി, എ ഈസ് ആക്സിലറേഷൻ, ടി ഈസ് ടൈം. ആൻഡ് നെക്സ്റ്റ് ഇക്വേഷൻ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. അപ്പോൾ ഇതിൽ നമുക്ക് വി അറിയാം, ഫൈനൽ വെലോസിറ്റി, യു ഈസ് ഇനിഷ്യൽ വെലോസിറ്റി, എ ഈസ് ആക്സിലറേഷൻ ആൻഡ് എസ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് അറിയാം എന്താ കൈനമാറ്റിക്സിൽ വരുന്ന ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണ്? ഡിസ്പ്ലേസ്മെൻറ്റ്, ആക്സിലറേഷൻ, വെലോസിറ്റി. ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ. ആൻഡ് ദീസ് 3 ക്വാണ്ടിറ്റീസ് ആർ എന്താണ്? ആക്സിലറേഷനും വെലോസിറ്റിയും ടൈമിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ അപ്പോൾ ടൈമും ഉണ്ട്. ഓക്കെ, ഈ മൂന്ന് പാരാമീറ്റേഴ്സിനെയും വെച്ചിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ. ഓക്കെ, ഈ 3 ഇക്വേഷൻസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമുക്ക് കൈനമാറ്റിക്സിൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 3 ഇക്വേഷൻ. ഇനി നിങ്ങൾ അറിയേണ്ടത് 2 കേസുകളാണ്. ഇപ്പം നിങ്ങൾക്ക് ഒരു ഒബ്ജക്റ്റ് ഒരു പോയിന്റിൽ നിന്ന് മൂവ് ചെയ്യുവാണല്ലോ. അപ്പോൾ നമുക്ക് ഒരു ഒബ്ജക്റ്റ് എന്താണ്? ഒരു സർഫസിൽ നിന്ന് താഴോട്ടും മൂവ് ചെയ്യാം, അതേപോലെ മുകളിലോട്ടും എന്ത് ചെയ്യാം? മൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഒരു സ്ഥലത്ത് നിന്ന് ഫോൾ ചെയ്യുവാന്ന് പറഞ്ഞിരിക്കുവാണ്. അപ്പോൾ ഒരു ടവറിൽ നിന്ന് ഒരു ബോൾ ഫോൾ ചെയ്യുവാണ്. അപ്പോൾ ഫോൾ ചെയ്യുമ്പോൾ ഇവിടെ എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് അവിടുത്തെ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഈ ഇക്വേഷനിൽ എ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിട്ട് ചേഞ്ച് ചെയ്യുക. അപ്പോൾ വി ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? വി ഈസ് ഈക്വൽ ടു യു പ്ലസ് ജി ടി, വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2g. ഡിസ്പ്ലേസ്മെൻറ്റ് അവിടുത്തെ ഹൈറ്റ് വരും, ഇത്ര ഹൈറ്റിലാണെന്നുള്ളത്. ഓക്കെ, 2g ഇൻറ്റു എസ് എന്ന് നിങ്ങൾക്ക് കൊടുക്കാം. എസ് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ആ ഹൈറ്റ് എത്രയാണോ അതാണ് അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ്. സോ 2gh ആൻഡ് എച്ച് ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ എസ് എന്ന് പറയുന്ന ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ എന്താണ്? വിത്ത് റെസ്പെക്ട് ടു ഹൈറ്റിലാണ് ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത്. സോ എച്ച് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആവും. സോ ജി ടി സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ബേസിക് ഇക്വേഷൻസ് ഈസ് വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി, വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as, എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ദെൻ ഒരു ഒബ്ജക്റ്റ് ഒരു ഫ്രീ ഫോൾ ചെയ്യുവാണ്, ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ നിന്ന് താഴോട്ട് ഫോൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്? ആക്സിലറേഷൻ ഈസ് ചേഞ്ചസ് ടു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിട്ട് മാറും. ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് എസ് എന്ന് പറയുന്നത് അവിടുത്തെ ഹൈറ്റാണ്, എത്ര ഹൈറ്റിലാണ് അത് ഡിസ്പ്ലേസ് ചെയ്തു എന്നുള്ളതാണ്. സോ ഇക്വേഷനിൽ എന്താണ്? ആക്സിലറേഷൻ ജി എന്നും വരും ആൻഡ് എസ് ഡിസ്പ്ലേസ്മെൻറ്റ് എച്ചുമായിട്ട് മാറും. ഇനി നിങ്ങൾക്ക് പറയുവാണ് ഒരു ബോഡി ഒരു പോയിന്റിൽ നിന്ന് മുകളിലോട്ട് മൂവ് ചെയ്യുവാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ബോൾ മുകളിലോട്ട് മൂവ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആക്സിലറേഷൻ ഓപ്പോസിറ്റ് ആണ് എന്ത്? അതിൻ്റെ മൂവ്മെൻറ്റ്. സോ ഇവിടെ എന്ത് വരും? നെഗറ്റീവ് ജി ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇക്വേഷനിലെല്ലാം എന്ത് വരും? മൈനസ് വരും. ഓക്കെ, സോ അപ്പോൾ വി ഈസ് ഈക്വൽ ടു മൈനസ് ജി ടി, യു മൈനസ് ജി ടി, ആൻഡ് വി സ്ക്വയർ ഈസ് യു സ്ക്വയർ മൈനസ് 2gh ആൻഡ് എച്ച് ഈസ് ഈക്വൽ ടു യു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ. ഈ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടാണ് വി ആർ അനലൈസിങ് എന്താണ്? ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഇൻ കൈനമാറ്റിക്സ്. അപ്പോൾ നമുക്കിതിനകത്ത് അറിയാം ഇക്വേഷനിൽ വി ഈസ് ഫൈനൽ വെലോസിറ്റി, യു ഇനിഷ്യൽ വെലോസിറ്റി, എ ഈസ് ആക്സിലറേഷൻ, ടി ഈസ് ടൈം, എസ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ്, ജി ഈസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, എച്ച് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് തന്നെയാണ്, എത്ര ഹൈറ്റിൽ അത് ഡിസ്പ്ലേസ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് വെലോസിറ്റി ടൈം കർവ്. സോ വെലോസിറ്റീനെയും ടൈമിനെയും, വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം, അതിന് റെപ്രസെൻ്റ് ചെയ്യുന്ന കർവാണ് എന്ത്? വെലോസിറ്റി ടൈം
കർവ് എന്ന് പറയുന്നത്. സോ ഇൻ ദ വെലോസിറ്റി ടൈം കർവ് abscissa represents time. Abscissa means x-axis represent time and ordinate represent velocity. Okay, അപ്പോൾ നമുക്കറിയാം velocity is change in displacement with respect to time. So ds by dt is velocity. സോ അപ്പോൾ ഡി എസ് എന്ത് കിട്ടി? വി ഇൻറ്റു ഡി ടി എന്ന് കിട്ടി. അതൊരു ചെറിയ പോർഷൻ്റെയാണ്. നമുക്ക് എൻറ്റയർ ഏരിയ കിട്ടണമെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. സോ ഇൻ്റഗ്രൽ ഡി എസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ വി ഡി ടി. സോ ഇൻ്റഗ്രൽ ഡി എസ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ്. സോ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഇൻ്റഗ്രൽ വി ഇൻറ്റു ഡി ടി. അപ്പോൾ നമുക്ക് ഇവിടെ നിങ്ങൾക്കൊരു ഇതുണ്ട് എന്നുണ്ടെങ്കിൽ ഇതെന്താണ്? വി ഇൻറ്റു ഡി ടി ആണ് ഇവിടുത്തെ എൻറ്റയർ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ്, അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്താ? ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ദ ഏരിയ അണ്ടർ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് റെപ്രസെൻറ്റ്സ് ദി ഡിസ്പ്ലേസ്മെൻറ്റ്. ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിൽ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ടോട്ടൽ ഏരിയ എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റിന് ഈക്വൽ ആണ്. സോ ഇവിടെ വി ഇൻറ്റു ടി എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. സോ ദ ഏരിയ അണ്ടർ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ്. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് ഇവിടുത്തെ സ്ലോപ്പ് വെലോസിറ്റിയും ടൈമും അല്ലേ. ഇപ്പം ഞാനിവിടെ സ്ലോപ്പ് എടുക്കുവാണ്. ബട്ട് ഇത് സ്മോൾ ഏരിയ ഡി വി, ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ വെലോസിറ്റി. ആൻഡ് ഇവിടെ എന്താ? ഡി ടി. ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം എന്താണ്? ആക്സിലറേഷൻ ആണ്. സോ ഇപ്പോൾ വെലോസിറ്റി ടൈം കർവിൽ അതിൻ്റെ ഏരിയ അണ്ടർ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഡിസ്പ്ലേസ്മെൻറ്റും ആണ്. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഡയറക്ട്ലി ഗെറ്റ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്. ആൻഡ് അതിൻ്റെ സ്ലോപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഡിറ്റർമിൻ ദി ആക്സിലറേഷൻ. അതാണ് വെലോസിറ്റി ടൈം ഗ്രാഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ആ വെലോസിറ്റി ടൈം ഗ്രാഫ് ഒരു കംപ്ലീറ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫിഗറാണ്. എല്ലാ കേസസും വെച്ച് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന ഫിഗറാണിത്. അപ്പോൾ ഇതിനകത്ത് എന്താണ്? വെലോസിറ്റി ഇൻ വൈ ആക്സിസ് ആൻഡ് ടൈം ഇൻ എക്സ് ആക്സിസ്. വെൻ വെലോസിറ്റി ഇൻക്രീസസ് ഫ്രം 0 ടു വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുവാണ്, ലീനിയർ ആയിട്ട് ഇൻക്രീസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആക്സിലറേഷൻ്റെ സ്ലോപ്പ് പോസിറ്റീവ് ആയിരിക്കും. സോ വെലോസിറ്റി ഇൻക്രീസസ് ലീനിയർലി, ആക്സിലറേഷനും പോസിറ്റീവ് ആയിരിക്കും, അവിടുത്തെ സ്ലോപ്പും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇനി ഒരു പർട്ടിക്കുലർ പോയിന്റിലെത്തിയിട്ട് ആക്സിലറേഷൻ യൂണിഫോം ആയിട്ട് പോവുകയാണ്. ആക്സിലറേഷൻ യൂണിഫോം, ദാറ്റ് ഈസ് ആക്സിലറേഷൻ 0 അല്ലെങ്കിൽ ആക്സിലറേഷൻ യൂണിഫോം ആയിട്ട് പോവുകയാണ്, അല്ലെങ്കിൽ വെലോസിറ്റി യൂണിഫോം ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? വെലോസിറ്റി യൂണിഫോം ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് ദർ ഈസ് നോ ചേഞ്ച് ഇൻ വെലോസിറ്റി. വെലോസിറ്റി ഈസ് യൂണിഫോം ത്രൂ ഔട്ട്. ചേഞ്ച് ഇൻ വെലോസിറ്റി വരുവാണെങ്കിൽ മാത്രമാണ് അവിടെ എന്തുണ്ടാകുന്നത്? ആക്സിലറേഷൻ ഉണ്ടാകുന്നത്. സോ ഇഫ് ദ വെലോസിറ്റി ഈസ് യൂണിഫോം, അപ്പോൾ ആദ്യം വെലോസിറ്റി 0യിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഹൈറ്റ് വരെ ഇൻക്രീസ് ചെയ്തപ്പോൾ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ആക്സിലറേഷനും ഇൻക്രീസ് ചെയ്തു. സോ ആക്സിലറേഷൻ പോസിറ്റീവാണ്. ഇനി വെലോസിറ്റി ഒരു പോയിന്റിൽ നിന്ന് ഒരു പോയിന്റ് വരെ യൂണിഫോം വെലോസിറ്റിയാണ്. സോ വെലോസിറ്റി യൂണിഫോം ആണെന്നുണ്ടെങ്കിൽ ദർ ഈസ് നോ ചേഞ്ച് ഇൻ വെലോസിറ്റി. ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് എന്ത്? ആക്സിലറേഷൻ. ബട്ട് ഹിയർ ഇഫ് ദ വെലോസിറ്റി ഈസ് യൂണിഫോം ത്രൂ ഔട്ട്, ദെൻ ദർ ഈസ് നോ ചേഞ്ച് ഇൻ വെലോസിറ്റി. സോ ആക്സിലറേഷൻ എന്തായി മാറും? 0 ആയിട്ട് മാറും. സോ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആക്സിലറേഷൻ 0 ആവും. Then if the velocity is decreasing from ലീനിയർ ആയിട്ട് ഡിക്രീസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവിടെ നെഗറ്റീവ് ആക്സിലറേഷൻ ആണ്, ദാറ്റ് ഈസ് ഡീസിലറേഷൻ വരും. സോ അപ്പോൾ ആക്സിലറേഷനെയും വെലോസിറ്റീനെയും റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന കർവാണിത്. അപ്പോൾ എല്ലാ കേസസും ആക്സിലറേഷൻ ഇൻക്രീസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആക്സിലറേഷൻ ഓൾസോ ഇൻക്രീസിങ് ആൻഡ് ഇറ്റ് ഈസ് പോസിറ്റീവ്. ഇഫ് ദ വെലോസിറ്റി ഈസ് യൂണിഫോം ദെൻ ആക്സിലറേഷൻ ഈസ് 0, ആൻഡ് ഇഫ് ദ വെലോസിറ്റി ഈസ് ലീനിയർലി ഡിക്രീസിങ് ദെൻ ആക്സിലറേഷൻ ഈസ് നെഗറ്റീവ് ആയിരിക്കും. അതിനെയാണ് ഡീസിലറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നെക്സ്റ്റ് വൺ, വെലോസിറ്റി ഇൻക്രീസസ് വിത്ത് ഇനിഷ്യൽ വെലോസിറ്റി. അപ്പോൾ നിങ്ങൾക്ക് വെൻ വെലോസിറ്റി ഇൻക്രീസസ് ഫ്രം ഇനിഷ്യൽ വെലോസിറ്റിയിൽ നിന്ന് ഇൻക്രീസ് ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഗ്രാഫ്, അതിൽ ഇനിഷ്യൽ വെലോസിറ്റി ഇവിടം വരെ ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ട്, അവിടെ നിന്ന് ഇൻക്രീസ് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ, അപ്പോൾ ഇൻക്രീസ് ചെയ്ത് ഇത്രയുമാണ് ഏരിയ അണ്ടർ ദ കർവ് എന്ന് പറയുന്നത്. ഈ കർവിന് താഴോട്ടുള്ള അതിനെ നമുക്കൊരു റെക്റ്റാങ്കിളും ട്രയാങ്കിളുമായിട്ട് ഡിവൈഡ് ചെയ്യാം. സോ ഇത് എന്താണ്? ഇവിടെ വെലോസിറ്റി, ഇവിടെ ടൈം,
ഇത് ഇനിഷ്യൽ വെലോസിറ്റിയിൽ നിന്നും വെലോസിറ്റി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. സോ ദിസ് ഈസ് ദ ഏരിയ അണ്ടർ ദ കർവ്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഏരിയ അണ്ടർ ദ കർവിനെ നമുക്ക് ഒരു റെക്റ്റാങ്കുലർ ഏരിയയും ഒരു ട്രയാങ്കുലർ ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സോ ഈ റെക്റ്റാങ്കുലർ ഏരിയ എന്തായിരിക്കും? നമുക്ക് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ആസ് പെർ വെലോസിറ്റി ടൈം കർവ്, ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഏരിയ അണ്ടർ ദി കർവ്. ആ കർവിൻ്റെ അടിയിലുള്ള ഏരിയ ആണ് അവിടുത്തെ എന്ത്? ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. ഏരിയ അണ്ടർ ദ കർവ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ച്, അപ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് വേണമെങ്കിൽ ഈ കർവിൻ്റെ താഴെയുള്ള ഇത്രയും ഏരിയ നമുക്ക് എടുത്താൽ മതി. സോ ഈ ഏരിയ എന്ന് പറയുന്നത് ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ പ്ലസ് ട്രയാങ്കിളിൻ്റെ ഏരിയ. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്താണ്? യു ഇൻറ്റു ടി. സോ ഇവിടെ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ നമുക്കറിയാം, ഇത് ഇത്രയും യു ആണ്, ഈ പോർഷൻ ഈസ് ടി. സോ യു ഇൻറ്റു ടി ഈസ് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ. ദെൻ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എസ് ഈസ് ഈക്വൽ ടു ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് ഇൻറ്റു ബേസ് ഈസ് ടി ആൻഡ് ദിസ് ഹൈറ്റ് ഈസ് 80. ഈ ആംഗിൾ എ ആണ് തന്നിരിക്കുന്നത്. സോ ദിസ് ഈസ് 80. അപ്പോൾ ഇത് ഇത്രയും ഇനിഷ്യൽ വെലോസിറ്റി പ്ലസ് 80. അപ്പോൾ നമുക്ക് എസ് എന്ന് പറയുന്നത് എന്തെന്ന് കിട്ടും? ഏരിയ അണ്ടർ ദിസ് കർവ് ആണ് എസ് എന്ന് പറയുന്നത്. സോ ഏരിയ അണ്ടർ ദിസ് കർവ് ഈസ് എസ്. ഒരു മിനിറ്റ്.